എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി ഒരാഴ്ച അവിടെ നിന്നു, ഇവിടേക്ക് എത്തിയിട്ടോ. നമുക്ക് വിഷു ആയില്ലേ, നാളെ വിഷുവാണ്. അപ്പോൾ ഞങ്ങൾ പാപ്പൻ കുറേ പടക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ. അവൻ രാവിലെ 5 മണിക്കൊക്കെയാണ് എത്തിയത്. രാവിലെ എണീറ്റ് വന്ന് കണി കാണുന്നത് പടക്കത്തിലായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ടും പിന്നെ അത്രയും ദൂരെ നിന്ന് കൊണ്ടുവന്നൊക്കെയല്ലേ, ഒന്ന് വെയിലത്ത് വെച്ചെടുത്താൽ അടിപൊളിയായിരിക്കും. ഒന്ന് വെയിലത്ത് ഇങ്ങനെ ചാക്കൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ കച്ചവടക്കാരിരുന്ന പോലെ വെറുതെ ഒന്നും ഇരുന്നതാണ്, കണ്ടിട്ട് ഇങ്ങനെ മതിയാവുന്നില്ല. അപ്പം അങ്ങനെ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അവിടെ നമ്മൾ ഇവിടത്തെക്കാളും കോഴിക്കോടിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കുറവല്ലേ. അപ്പം അവൻ എറണാകുളത്ത് നിന്ന് ജസ്റ്റ് അവിടെ പോയി ഇത് വാങ്ങാനായിട്ട് അങ്ങനെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ആദ്യം എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. നമ്മളെ എന്താ പറയുക, ഈ ചാനൽ ഏകദേശം തുടങ്ങി 1 കൊല്ലം കഴിഞ്ഞു, 2 ദിവസമായി, 1 കൊല്ലമായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടേക്ക് ഇതിലൊക്കെ എത്താൻ പറ്റിയത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമൊന്നും ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് എനിക്ക് ആദ്യം മലയാളം തന്നെ അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെ പോവും, ഇതെല്ലാവരും എങ്ങനെ ഉൾക്കൊള്ളും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എനിക്കറിയാം, എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ തന്നെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഒരു രസമല്ലേ ഇങ്ങനെ ഇത്രയും പടക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മീനുക്കുട്ടിയെ ചാക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കാണുമ്പോൾ എനിക്ക് കച്ചവടക്കാരെ പോലെയൊക്കെ തോന്നി. അവൾ ഇങ്ങനെ പൂത്തിരിയും വലുതൊന്നും പൊട്ടിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും കുറേ അതാണ് എന്താ പറയുക, കമ്പിത്തിരി. ഇപ്പം നമ്മൾ വേറെയാണ് പറയുക, കമ്പിമത്താപ്പ് എന്നാ പറയുക, കമ്പിത്തിരിയും എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്തൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. പിന്നെ ഇത് ഓലപ്പടക്കമാണ്. 2 ടൈപ്പ് ഉണ്ട്, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. ഇതാ വലുതുണ്ട്, വല്ലാണ്ട് ഓപ്പൺ വെയിലത്ത് വെക്കേണ്ടെന്ന കവർ തന്നെ ഉള്ളത്. ഇതാ വലുത്, ഇതിൻ്റെ ചെറുതും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓലപ്പടക്കം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ നമ്മൾ വയനാട്ടിൽ ഈ ഭാഗത്ത് എങ്ങനെയാണോ പറയുന്നല്ലോ അതുപോലെയാണ്. നിങ്ങളൊക്കെ എന്തൊക്കെ ഇതിന് ഓരോ പേരുകൾ എങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. അത് അതിൻ്റെ ചെറുതാണ്. പിന്നെ ഇതെന്താ പറയുക, സ്റ്റിക്ക്. ഞങ്ങളുടെ നാട്ടിൽ ഇത് പെൻസിൽ എന്നാണ് പറയുക. പെൻസിൽ എന്ന് വെച്ചാൽ പെൻസിൽ പോലെ കാണാനുണ്ടല്ലോ, പക്ഷെ ഇവർ സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ 2-3 ടൈപ്പ് ഉണ്ട്. ഇതിനെന്താ പറയുക, ഫയർ റോപ്പ്. ഞങ്ങൾ ചാട്ട് എന്നാ പറയുക കേട്ടോ. ഞങ്ങൾ അവിടെ, നിങ്ങൾ ഇനി എന്താ പറയുക എന്ന് വെച്ചാൽ പറയണം കേട്ടോ. പിന്നെ ഞങ്ങൾ ചാട്ടെന്ന് പറയുക വെച്ചാൽ നമ്മൾ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, കയറ് പോലെ, ചാട്ടെന്നാ പറയുക. അതുപോലെ ഉള്ളതുകൊണ്ട് അങ്ങനെ പറയും. പിന്നെ ഉള്ളത് ഇതെന്താണ്, ഇതൊക്കെ എന്തോ ഇങ്ങനെ പൊട്ടി തെറിക്കുന്ന സാധനമാണ്. പോപ്സ് തന്നെ ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ സംഭവമാണ്. പോപ്സ് ആണ്. പൊള്ളുന്ന വെയിലാണ് കേട്ടോ, എനിക്ക് വെയിലിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ കമ്പിത്തിരി, കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ എല്ലാവരും ഇടില്ലേ, കുറേ കളറുകളുണ്ട് കേട്ടോ, കുറേ ടൈപ്പൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനത്തെ കുറച്ച് സാധനം ഉണ്ട്. പിന്നെ പൂത്തിരി തന്നെ നമ്മളെ പണ്ടത്തെ പൂത്തിരി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നോർമൽ, ഞാനൊക്കെ ചെറുപ്പത്തിൽ അധികം നമ്മൾ ഇതാണ് പൂത്തിരി എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറേ പുതിയ വേർഷനാണ് കേട്ടോ ഇതൊക്കെ. അതിൻ്റെ കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് എന്താ, റോക്കറ്റാണ്. റോക്കറ്റ് എന്ന് തന്നെ ഞങ്ങൾ പറയുള്ളൂ, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. വാണം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതാ ഹെലികോപ്റ്റർ ഉണ്ട്, ഹെലികോപ്റ്റർ. പിന്നെ എന്താണ്, നിലത്തിൽ ഇടുന്ന ചക്രം പോലത്തെ ആ സാധനമല്ലേ അത്, നിലച്ചക്രം ഇല്ലമ്മേ, നിലച്ചക്രം. പിന്നെ ഇത് കയ്യിൽ വിടുന്ന ചക്രം അല്ലേ, എന്താ പറയാ, കമ്പിച്ചക്രം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് ചൈനീസ് ഒട്ടാസ് കേട്ടോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല ആ സാധനം. പിന്നെ ഇത് അമിട്ട് ഞങ്ങൾ ഗുണ്ട് എന്നൊക്കെ പറയും, ഗുണ്ട്. ഇപ്പം കേട്ടിട്ട് നിങ്ങൾക്ക് ചിരിയൊക്കെ വരാൻ ചിലപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉള്ളത് ഇതാ ഈ സാധനം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. എന്താ പറയുക, മാലപ്പടക്കമാണ്. ഞങ്ങൾ സരവെടി എന്നാണ് പറയുക ഇവിടെ. മാലപ്പടക്കം മാല പോലുള്ളതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ സരവെടിയാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ്, എല്ലാ സ്ഥലത്തുള്ള സാധനമാണ്. ഇതിൻ്റെ ഇപ്പം വലുതൊക്കെ ഉണ്ട്, 1000 വാള, അങ്ങനെയൊക്കെ വലിയ സംഭവങ്ങളുണ്ട്. ഇത് ചെറിയ രീതിയിലുള്ളതാണ്. പിന്നെ വരുന്നത് ഇത് ഷോർട്സ് ആണ് കേട്ടോ. ഇതൊരു 30 എണ്ണം ഉണ്ടാവും തോന്നുന്നുണ്ട്. 30ൻ്റെ ഷോർട്സും ഉണ്ട്, അതും ഉണ്ട്, വേറൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മീനുകുട്ടിക്ക് ഇതിൽ ഏതാ ഇഷ്ടം എന്ന് എനിക്കറിയില്ല കേട്ടോ. മീനുകുട്ടിക്ക് ഇതിൽ ഏതാ ഇഷ്ടം? പൂത്തിരി, റോക്കറ്റ്, കമ്പിത്തിരി, കളർ കമ്പിത്തിരി. ഇനി ഏതെങ്കിലും പറയാണ്ട് ഇരിപ്പുണ്ടോ? അതേ ഉള്ളൂ മൊത്തം. അത് ഇതെന്നൊക്കെ എല്ലാം നമുക്ക് ഇഷ്ടം തന്നെയാണ്. അപ്പൊ വിഷു എന്നാണ് പഠിപ്പിച്ചോ? ഞങ്ങൾ ഇന്ന് രാത്രിയും നാളെയും പൊട്ടിക്കാൻ പോവുകയാണ് പടക്കം.
അപ്പം എന്തായാലും വിഷുവിൻ്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കും ഷെയർ ചെയ്യണം. ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്തതുപോലെ എന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരോടും ബൈ. ഹാപ്പി വിഷു. ബൈ.